ഇതെന്താ ഞാൻ കാണുന്നേ? വലിയ വലിയ ഉരുളൻകല്ലുകൾ വേദനഗരത്തിന്റെ അടുത്തേക്ക് വരുന്നു. ചിലപ്പോ ഉരുൾ വല്ലതും പൊട്ടിക്കാണും. നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാ ജനങ്ങളെയും ഇവരെ അറിയിക്കണം. ലഡു സിംഗ് സാർ, പർവ്വതങ്ങളിൽ നിന്നും വലിയ വലിയ ഉരുളൻകല്ലുകൾ വേദനഗരം നോക്കി വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാ ജനങ്ങളെയും അലേർട്ട് ചെയ്യൂ. എന്ത് പറക്കല്ലോ? എങ്ങനെ? എപ്പോ? എന്തിനെ? താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. ശിവ, ഇന്ന് വരെ വേദനഗരത്തിൽ ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് എങ്ങനെ സംഭവിക്കുന്നേ? രേവ, പ്രകൃതി ദുരന്തം ഒരിക്കലും അറിയിച്ചിട്ടല്ല വരുന്നത്. പർവ്വതങ്ങളുടെ രാജാവ് ആകെ ദേഷ്യത്തിലാണ്. ഞാൻ പർവ്വത രാജാവുമായി എന്നും സംസാരിക്കുന്നവനാണ്. അദ്ദേഹം എന്നോട് അരുൾ ചെയ്തതാ. അത് ശരി, മലകളുടെ രാജാവോ? ആരാണത്? അയാൾ എവിടെ താമസിക്കുന്നത്? അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ഇത് പറയൂ, നിങ്ങൾ ആരാണ്? വേണ്ട മോനെ, അധികം കിടന്ന് നെകളിക്കരുത്. എന്നോടിങ്ങോട്ട് ചോദ്യങ്ങളൊന്നും പാടില്ല. ഞാനാണ് പഹാഡി ബാബ. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പർവ്വതങ്ങളിലാണ് താമസിക്കുന്നത്. ഞാൻ സർവ്വവും അറിയുന്ന ഒരു ജ്ഞാനിയായതുകൊണ്ട് പർവ്വതങ്ങളുടെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം. പർവ്വത രാജാവ് എന്നോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ നഗരം വിട്ട് പെട്ടെന്ന് പോകണമെന്നാണ്. അഥവാ പോയില്ലെങ്കിൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ളവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് പ്രകൃതിയുടെ ഭംഗി നിങ്ങൾ എല്ലാവരും ചേർന്ന് നശിപ്പിക്കുന്നു എന്നാണ്. മലകളുടെ രാജാവ് പഹാഡി ബാബ, കഥ കേൾക്കാൻ നന്നായിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന്. സാരമില്ല, എല്ലാവരും അനുഭവിച്ചേ പറ്റൂ. ഇപ്പോ പർവ്വതരാജൻ എന്നോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്റെ വാക്ക് അവർ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ എല്ലാം തകർക്കുന്നതായിരിക്കും. ഞാൻ പോവാണ്. ഇന്നത്തെ റെയ്ഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ പഹാഡി ബാബ. എന്നോട് ആരെങ്കിലും ഏറ്റുമുട്ടിയാൽ അവൻ പിന്നെ കോഞ്ഞാട്ടയാവും. റൈഡ് കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കൂട്ടരെ. ഈ നഗരം ഞാൻ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. ഇവിടെ ഞാനൊരു മൗണ്ടൻ സിറ്റി പടുത്തുയർത്തും. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഈ വേദ നഗരത്തിലെ ജനങ്ങളെ എല്ലാം ഓടിക്കും. മിടുമിടുക്കനാണ് ഈ പഹാഡ് സിംഗ്. എനിക്ക് തോന്നുന്നത് പഹാഡി ബാബ പറഞ്ഞത് ആരും അനുസരിച്ച് കാണില്ല. അനുസരിക്കും, അനുസരിക്കാതിരിക്കില്ല. അനുസരിക്കുന്നവൻ രക്ഷപ്പെട്ടിരിക്കും. അഥവാ ആരെങ്കിലും എന്നോട് ഏറ്റുമുട്ടിയാൽ പിന്നെ അവൻ കോഞ്ഞാട്ടയായി പോകും. രാത്രിയാകാൻ ഇനി അധിക സമയമില്ല. ചെല്ല്, ആക്രമിക്കാൻ എല്ലാവരും തയ്യാറാവ്. എല്ലാരും റെഡിയല്ലേ? സന്തോഷമായി ചെല്ല്, എല്ലാം തകർത്ത് തരിപ്പണമാക്ക്. സംഭവിച്ചല്ലോ. രാത്രി ആയപ്പോഴേക്കും ഒക്കെ നശിക്കാൻ തുടങ്ങിയല്ലോ.
വലിയൊരു നാശനഷ്ടമാണ് ലഡ്ഡു സിംഗ് സാറേ, ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഇതെങ്ങനെ രക്ഷപ്പെടുത്താം? നോക്കൂ, ഇതൊരു നാച്ചുറൽ കലാമിറ്റിയാണ്. ഇതിനെ തടയാനുള്ളൊരു വഴി സത്യം പറയുകയാണെങ്കിൽ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആര് പറഞ്ഞു? വഴിയുണ്ടല്ലോ. നഗരം വിട്ട് ഓടിപ്പോയിക്കോ. ഇവിടുന്ന് എല്ലാവരും താമസം മാറ്റിക്കോളൂ, അല്ലെങ്കിൽ എല്ലാവരും തകർന്ന് തരിപ്പണമാകുന്നതായിരിക്കും. താങ്ക് യു ശിവ. ദേ ബാബയ്ക്കൊന്ന് വരൂ, വരൂ. ഒന്ന് നിക്കൂ പഹാടി ബാബ, ദയവായി ഇന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഒരു ഇന്റർവ്യൂ തരാൻ തീർച്ചയായും വന്നേ പറ്റൂ. ആരും ജീവനോടെ കാണില്ല. അപ്പൊ എന്റെ ഇന്റർവ്യൂ ആര് കാണാനാ, ആര് കേൾക്കാനാ? എനിക്കിനി ഓടാൻ വയ്യ. എന്റെ പഹാടി ബാബേ, കൃപ ചൊരിഞ്ഞാലും ആ ഉരുണ്ട് വരുന്ന കല്ലുകളെയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ പ്ലീസ്? ആ പർവ്വത രാജാവിനോട് പറഞ്ഞ് ഈ ഉരുണ്ട് വരുന്ന കല്ലുകളെ ഒന്ന് നിർത്തിക്കൂടെ പ്ലീസ്? എനിക്ക് കുറച്ച് സമയം മാത്രമേ തടയാൻ പറ്റൂ. പർവ്വത രാജാവിനെ എതിർക്കാൻ മാത്രം അത്ര വലിയ ശക്തിയൊന്നും എനിക്കില്ല. ബോസ് നിർത്താൻ പറയുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ നിർത്താൻ നോക്ക്. കല്ലുകളൊക്കെ നിന്നല്ലോ. അതിശയം, അതിശയം തന്നെ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂ. ബോസ് നമ്മളോട് പുറകോട്ട് പോവാൻ പറയാണ്. എല്ലാവരും പോവാൻ നോക്കൂ. നോക്കിക്കേ, ബോസിന്റെ ഓവർ ആക്ടിങ് കണ്ടോ? പർവ്വതത്തിന്റെ രാജാവ് നിങ്ങൾക്കെല്ലാം ഒരു ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. എല്ലാവരും നഗരം വിട്ട് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ എല്ലാം ചിന്ന ഭിന്നമാകും. രവ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ ആ ബാബയെ ഒന്ന് പിന്തുടർന്ന് പോയി നോക്കാം. പഹാടി ബാബയ്ക്ക് ഇത്രയും വില കൂടിയ കാറോ? നോക്കൂ ഡ്രൈവർ, ആ കുട്ടിയെ വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ. ഈ പർവ്വതങ്ങളുടെ രാജാവും ഈ പഹാടി ബാബയൊക്കെ എന്തോ കള്ളത്തരാണെന്ന് തോന്നുന്നു. ഇയാൾ ജനങ്ങളെ മനഃപൂർവ്വം പറ്റിക്കുകയാണ്. അഥവാ കല്ലുകൾ ഉരുണ്ടു വന്ന് നശിപ്പിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നശിപ്പിക്കും. പെട്ടെന്ന് കല്ലുകൾ വരുന്നു, പെട്ടെന്ന് എല്ലാം നശിപ്പിക്കുന്നു, പിന്നെ എല്ലാം കാണാതാവുന്നു. പിന്നെ ഒരു കല്ലിന് പോലും കാണുന്നില്ല. അടുത്ത പ്രാവശ്യം ഞാൻ കല്ലുകളെ പിന്തുടർന്നാല് സത്യം എന്താന്ന് മനസ്സിലാവുള്ളൂ. അത് കണ്ടോ, ആ കല്ലുകൾ ഉരുണ്ടു വരുന്നത്
മതി മതി, ഒരുപാട് കൂടി. ഞാൻ ഉള്ളത് വരെ ഈ നഗരത്തിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല കല്ലേ. ഇപ്പൊ തന്നെ നിർത്തും. ഇതൊരു വലിയ പാറക്കല്ലാണ്. വേഗം മാറിക്കോ, അല്ലെങ്കിൽ ചതഞ്ഞ് അരഞ്ഞു പോകും. പിന്നെ സാറിന് പോലീസ് പണി ഉണ്ടാവില്ല ചേട്ടാ. പോയോ? കല്ല് പോയോ? സാറേ ഒന്ന് എണീറ്റേ. രേവ, ലഡു സിംഗ് സാറിനെ കൂട്ടി മലയുടെ മുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ നോക്ക്. പാറക്കല്ലുകൾ ഉരുണ്ടു വരുന്നത് പോലെ അതേ വഴിക്ക് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഇതിലെന്തോ ചതിയുണ്ട്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ആ കുട്ടി വീണ്ടും പുറകെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവനെ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നോട് ഏറ്റുമുട്ടിയാൽ പിന്നീട് അവൻ കോഞ്ഞാട്ടയാകുമെന്ന്. ഓക്കെ ബോസ്, ഞാൻ നോക്കാം. വരൂ, ഇന്ന് ആ കുട്ടിയെ ചതച്ചിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് ആ കുട്ടിയെ പിടിക്കൂ. അവൻ ഒരിക്കലും മുകളിൽ വന്ന് പോകരുത്. എന്റെ പേര് പഹാഡ് സിംഗ് എന്നാണ് കുട്ടി. നിനക്ക് എന്നെ അറിയില്ല. എന്നോട് ഏറ്റുമുട്ടിയാൽ പിന്നെ അവൻ കോഞ്ഞാട്ടയാവും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, നീ അധികം സന്തോഷിക്കാൻ വരട്ടെ. ഇനിയാണ് മോനെ കളി കാണേണ്ടത്. പർവ്വത രാജാവേ, ഈ കുട്ടിയാള് ശരിയല്ല. അങ്ങേ ഇവൻ ഭയങ്കരമായി കളിയാക്കുകയാണ്. കളി ഇനി കാണാൻ പോകുന്നുള്ളൂ അങ്കിൾ. എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നിങ്ങളുടെ കൺട്രോളാണ് ഇവരൊക്കെ ജോലി എടുക്കുന്നത് എന്ന്. അത് മാത്രല്ലാതെ താൻ പഹാടി ബാബയൊന്നും അല്ല. അതിന്റെ കാരണം പുറകെ ലഡു സിംഗ് സാർ വരുന്നുണ്ട്. പുള്ളി മനസ്സിലാക്കിക്കോളും. എന്തിനാണ് നിന്ന് കളഞ്ഞത്? വേഗം പിടിക്കുക കുട്ടിയെ. ഇവൻ രക്ഷപ്പെടരുത്. നമ്മുടെ രഹസ്യങ്ങളെല്ലാം പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും.
ഇനി നിനക്ക് രക്ഷയില്ല ചെറുക്ക. അവനെ ചതയ്ക്ക്, അരയ്ക്ക്, വിടരുതാ കുട്ടിയെ. എന്നോട് ഏറ്റുമുട്ടാൻ വന്നാൽ പിന്നെ അവനെ ഞാൻ കോഞ്ഞാട്ടാക്കി കളയും. നിർത്തോ. എന്റെ കാറിൽ എന്താണ് ചെയ്തേ? ആ കുട്ടിയെ ചതയ്ക്കാനല്ലേ പറഞ്ഞ് വിഡ്ഢികളെ. Hands up! You are under arrest. സോറി സോറി സോറി, ഞാൻ എന്നെ തന്നെ ഹാൻഡ്സപ്പ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്റെ പാറങ്കല്ല് അങ്ങനെ പുറകെ വരരുത്. ഞാൻ ഒരു പ്രാവശ്യം ചതഞ്ഞതാണ്, എനിക്ക് നടുവേദനിച്ചിട്ട് വയ്യ. വേഗം പോയിട്ട് നിന്റെ ബോസിനെ ചതക്ക്. മതി, പുറകെ വരരുത്. നിക്ക്, അവിടെ തന്നെ നിൽക്കാനല്ല പറഞ്ഞത്. മതി. സാറേ ഒന്ന് എണീറ്റേ. നിങ്ങൾ എന്തുവാടാ ഈ കാണിക്കുന്ന പമ്പര വിഡ്ഢികളെ? ആദ്യം എന്റെ കാർ ഇടിച്ച് തകർത്തു, അത് കഴിഞ്ഞിപ്പോ എന്നെ ഇടിക്കാൻ വരുവാണോ? ഇത് ശരിയല്ല. ആ മണ്ടം വീണ്ടും എന്റെ മെക്കിട്ട് കയറാൻ വരിക. ഈ കുട്ടി എന്റെ ആൾക്കാരെ വെച്ച് എനിക്കിട്ട് പണി തരാൻ നോക്കുവാണ്. നീയൊക്കെ എന്റെ ജോലിക്കാരല്ലേ, അവനെ എന്താ ഒന്നും ചെയ്യാത്തേ? ഈ കുട്ടിയെ വെറുതെ വിടാൻ പാടില്ല. ഇവൻ എന്റെ സകല അധ്വാനങ്ങളും വെള്ളത്തിലാക്കിയിരിക്കുകയാണ്. അവന്റെ നാശം കാണാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. എന്നോട് ഏറ്റുമുട്ടിയവനെ ഞാൻ കോഞ്ഞാട്ടയാക്കാതെ വിടില്ല. Hey, it's
ഇൻസ്പെക്ടർ, നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്താ ഇവിടെ ഡാൻസ് ആണോ ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്യ്, വേഗം ചെയ്യ്. ഇനി എനിക്ക് അവരെ തല്ലുകൊള്ളാൻ വയ്യ. ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി, ശിവയോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ ചെന്ന അവരുടെ ജീവിതം പിന്നെ കോഞ്ഞാട്ടിയായി പോകുമെന്ന്. വേഗം വരൂ, ഇനി ഇവിടെ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഉള്ള കുടല് പുറത്തേക്ക് വരും. വയ്യോ, വേദന എടുത്തിട്ട് വയ്യേ. Hands up! Hands up! You are under arrest! ലഡു സിംഗ് സാറേ, അവര് നേരത്തെ തന്നെ ഹാൻഡ്സ് അപ്പ് ചെയ്ത് നിൽക്കാണ്.